ഹലോ. ഞാനേ മറ്റേ ഷെരീഫാണ്. ഇതിന്റെ സെക്കൻഡ് നമ്പർ. നിങ്ങൾ മിഞ്ഞാന്ന് എനിക്ക് വിളിച്ചിരുന്നില്ലേ? ഞാൻ പിന്നെ ഇന്നലെ ബിസി ആകും കൊണ്ടാണ് ഞാൻ തിരിച്ചു വിളിക്കാഞ്ഞത്. ആരേത് എന്റെ ഒരു ഫാത്തിയുടെ കാര്യമൊക്കെ പറഞ്ഞു, ഷെരീഫ് അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് മനസ്സിലായില്ല. ഞാൻ നിങ്ങളെ നമ്പർ ഇതിന് കിട്ടിയിട്ട് അങ്ങനെ വിളിച്ചായിരുന്നേ. ഇൻസ്റ്റാഗ്രാം ഞാൻ നിങ്ങളെ വീഡിയോസ് കണ്ടപ്പോഴേ അതിലിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോ ഒരു ലേഡീസിനെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമൊക്കെ ഇങ്ങനെ പാസി പറഞ്ഞപ്പോഴേ അത് കേട്ടോണ്ട് നിങ്ങൾക്ക് വിളിച്ചതാണ്. എന്താ സംഭവം? ഇല്ല, അവന് ഇത്ര വലിയ നല്ല ആളൊന്നല്ല. റെസ്പെക്ട് മീൻസ് അവന് ലേഡീസിനെ റെസ്പെക്ട് ചെയ്യുന്ന ആളൊന്നല്ല. എന്ത് പറ്റി? അത് എനിക്കൊരു അനുഭവം ഉണ്ടായി, അതുകൊണ്ടാണ്. നാട്ടിന്നോ അതോ ഗൾഫിന്നോ? ഇല്ല, നാട്ടിന്നല്ല, ദുബായിന്നോ? ഞാന് ദുബായിലായിരുന്നു. എന്നിട്ട് ഞാനിതേപോലെ നമ്മളിങ്ങനെ ഈ ടിക്ടോക്ക് ഒക്കെ കാണുമ്പോഴേ അവരുടെ കുട്ടീനെ കണ്ടപ്പോ എനിക്കുണ്ടല്ലോ, എനിക്കും കുട്ടികളുണ്ട്. അങ്ങനത്തെ ഒരു ഇതില് പെൺകുട്ടിയല്ലേ, അമ്മയില്ലാതെ നിക്കല്ലേ വിചാരിച്ചിട്ട് ഞാനൊരു ജസ്റ്റ് കാണാനുള്ള ഒരു കൊതി കൊണ്ട് ഒന്ന് വിളിച്ചു. മോളെ ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോന്നൊക്കെ ചോദിച്ചുകൊണ്ട് വിളിച്ച് സംസാരിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞാൽ ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ലല്ലോ, കാണാലോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞു, എന്താ പറയാ, നിങ്ങള് വരുമ്പോ വിളിക്ക്, ഭാഗത്തേക്ക് വരുന്നുണ്ടെങ്കിൽ. അപ്പൊ എന്താണ് നിങ്ങള്, അപ്പൊ ഞാൻ അങ്ങോട്ട് ഇറങ്ങി വരാറ്. ഓക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ എന്താണ് ആള് 2 ദിവസം കഴിഞ്ഞിട്ട് വന്നപ്പോ എന്നെ വിളിച്ചു. ഞാൻ ഇങ്ങനെ വരുന്നുണ്ട്, നിങ്ങള് എവിടെയല്ലെന്നൊക്കെ പോയി ചോദിച്ചു. ഞാൻ ലൊക്കേഷനൊക്കെ ഇട്ടെടുത്ത് അവിടേക്ക് വന്നപ്പോ എന്നോട് പറഞ്ഞു, എന്താ പറയാ, വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമല്ല, അപ്പൊ നിങ്ങള് വണ്ടി കയറുമെന്ന് ചോദിച്ചില്ല അടുത്ത്. വണ്ടി അവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലമല്ല, വണ്ടി കയറാൻ പറഞ്ഞു. വണ്ടി കയറാൻ പറഞ്ഞു. അപ്പൊ അതില് മോനും ഉണ്ടായിരുന്നു, ആ കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ, പെൺകുട്ടി ഉണ്ടായിരുന്നു, മോളും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്താ എങ്ങടാ പോണത് ചോദിച്ചു. അപ്പൊ ഇല്ല, ഒരു മൊബൈല് കൊടുക്കാനാണ്, മൊബൈല് മേടിക്കാനാണ്, ഇപ്പൊ തന്നെ ഇങ്ങോട്ട് ആക്കി തരാന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, കുഴപ്പമില്ല എന്നിട്ട് പോയിട്ട് എന്താ പറയാ, ഞങ്ങള് ഇവിടുന്ന് മൊബൈലൊക്കെ മേടിച്ചങ്ങാണ്ട് കൊടുക്കാനോ മേടിക്കാനോ എന്തോ മേടിച്ചങ്ങാണ്ട് പോന്നു. തിരിച്ചു പോന്ന് അവന്റെ റൂമില് അവിടെ എത്തി. അവന്റെ കുട്ടികളെ 2 അവിടെ ഫ്ലാറ്റിലാക്കി. ഓന് നേരെ ഇങ്ങോട്ടന്നെ വന്നു. ഇന്നെ എന്റെ റൂമിലേക്ക് ആക്കി തരണ്ടേ, അതുകൊണ്ട്. അപ്പൊ പിന്നെ നിങ്ങളും കുട്ടികളും ഒരുമിച്ചല്ലേ വണ്ടി കയറി പോയത്? ഞാനും കുട്ടികളും ഒരുമിച്ചാണ് വണ്ടി പോയത്. പക്ഷെ തിരിച്ചാ മൊബൈല് മേടിച്ചങ്ങാണ്ട് കുട്ടികളെ ഓരോ റൂമിലാക്കി കൊടുക്കാൻ വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇന്ന് എന്റെ റൂമിൽ ഇറക്കിക്കോ പറഞ്ഞു. അപ്പൊ പറഞ്ഞല്ല, ഞാൻ അവരെ ഇറക്കിയിട്ട് ആക്കി തരാം, എനിക്ക് വേറെ സ്ഥലം കൂടെ പോവാണ്ട് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ ഇവരിങ്ങനെ ഒറ്റക്ക് നിക്കുവോന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞാ ഒറ്റക്ക് നിക്കും, കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. എന്നിട്ട് അവരെന്നെ അവിടെ ഫ്ലാറ്റിലാക്കി കൊടുത്ത് മൂപ്പര് ഇങ്ങോട്ടന്നെ വന്നു. എന്നിട്ട് എന്റെ റൂമിക്ക് ഇന്നാക്കി തരാൻ വേണ്ടിട്ട് ഞാന് എന്നെ അവിടെ ഇറക്കിയാ മതി, എന്റെ റൂമിന്റെ താഴത്തെ പറഞ്ഞു ഇവിടെ ഇറക്കിയാ മതി, ഞാൻ പോയിക്കോളാറ്. അങ്ങനെ ഇറക്കിയിട്ട് ഞാൻ നോക്കിയപ്പോ ആളിന്റെ കൂടെ തന്നെ വന്നു. ഞാൻ റൂമിൽ എത്തിയപ്പോക്കിന് എന്റെ പിന്നാലുണ്ട് ലിഫ്റ്റിൽ കയറി വന്നോ ഇവനോ. എന്നിട്ട് അപ്പൊ അവന് എന്റെ റൂമിൽ കേറിയപ്പോ ഞാൻ പറഞ്ഞു, എന്തിനാ അങ്ങോട്ട് കേറിയതെന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു, ഇല്ല കുറച്ചേരം ഒന്ന് റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങള് പോയിക്കോ, ഇത് ചെറിയ റൂമല്ലേ, എനിക്ക് ഇവിടെ ആൾക്കാര് അപ്പുറത്തും ആൾക്കാരുണ്ട്, ഇവിടെ അങ്ങനെ ഞാൻ ആണുങ്ങളെ ഒന്നും ഇതുവരെ കൊടുത്തിട്ടില്ല. എന്റെ ഫ്രണ്ട്സുകളാണെങ്കിലും നമ്മളങ്ങനത്തെ അതിനൊന്നും നിക്കലില്ല പറഞ്ഞു. കാരണം പാർട്ടീഷൻ റൂമാണേ. അപ്പൊ പറഞ്ഞു, ഇല്ല ഞാൻ ഇപ്പൊ പോകും പറഞ്ഞു. അപ്പൊ അവൻ അവിടെ അങ്ങ് കിടന്ന് വണ്ടിയില്. നിങ്ങളുടെ റൂമിലോ? എന്റെ റൂമില്. ഒച്ചമണി ഉണ്ടാക്കാൻ പറ്റില്ല, കാരണം അപ്പുറമൊക്കെ ലേഡീസും ബാച്ചിലറും ഫാമിലി ഒക്കെ താമസിക്കണാണ്. ഇത് ദുബായിൽ എവിടെ വെച്ചിട്ടാ സംഭവം നടക്കണേ? ദുബായിൽ വെച്ചിട്ട്. അപ്പൊ ഇവന്റെ റൂം എവിടെ? ഓന്റെ റൂം ഷാർജയില്. ഓക്കെ. എന്നിട്ട് അപ്പൊ അവിടെ വെച്ചിങ്ങനെ ഞാൻ പറഞ്ഞു, എന്താണ് എനിക്ക് നാളെ ഡ്യൂട്ടി ഉള്ളതാണ്, കിടക്കണം പറഞ്ഞു. അവര് പോണൊരു ഇതും തൂക്കൊന്നും കാണാനില്ല. അപ്പൊ ഞാൻ കുറച്ചേരം അധികം ഇതിനൊക്കെ നിന്നുകാണ്ട് ഞാന് പിന്നെ ഒരു 3 മണിയായപ്പോ പറഞ്ഞാ പോവാണ് പറഞ്ഞിട്ടോ പോയി. രാത്രി 3 മണി. പെണ്ണുങ്ങളെ റെസ്പെക്ട് ചെയ്യാത്ത ആളാണെന്ന് അന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഓന് ഈ വീഡിയോസിൽ വന്നിട്ട് കൊണ പറയേണ്ട
ആവശ്യമില്ലെന്ന് പറയാം. ആ അല്ല അത് ഞാൻ തന്നെ ഓനെ കുറിച്ചിട്ട് ഫുള്ള് ചരിത്രം എനിക്ക് അറിയാം. പിന്നെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോ ഇതിപ്പോ നിങ്ങൾക്ക് നേരിട്ട് അനുഭവം ഉണ്ടായതല്ലേ? അയ്യോ എനിക്ക് നല്ല അനുഭവം ഉണ്ടായതാ. നിങ്ങൾ അവരുടെ വീട്ടിൽ പോയിക്കണോ? ആ ഞാൻ ഓന്റെ വീട്ടിൽ പോയി. ഒരു ദിവസം അതേപോലെ ക്ലീൻ ചെയ്യാൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒന്ന് വരുവോ ക്ലീൻ ചെയ്യോന്ന്, അവിടെ ഒന്ന് ക്ലീൻ ചെയ്യണേന്ന് പറഞ്ഞു. ചെന്നോക്കി, അതോ ചെന്നോക്കിയപ്പോ അവിടേക്ക് കേറാൻ പറ്റാത്തൊരവസ്ഥ. അതെന്താ? ഞാൻ അങ്ങോട്ട് ചെന്നോണ്ടുള്ള ഒരു ഇത് പറയോ അല്ലെ അവന്റെ കുറ്റം പറയുമല്ലോ കേട്ടോ. ഒരു റൂമിക്ക് ചെല്ലുമ്പോ അതിന്റേതായിട്ടുള്ളൊരു കോലം ചെല്ലുണ്ടല്ലോ. റൂം കിടക്ക തിന്നതും അലക്കാനുള്ളതും വേസ്റ്റുകളും. പിന്നെ അൽമറൊക്കെ ഞാനൊന്ന് ജസ്റ്റ് മടക്കി ഇതാക്കി വെക്കുമ്പോണ്ട് അതിൽ കൊറേ സിറിഞ്ചിരിക്കുന്നു. സിറിഞ്ചി മീൻസ് നമ്മളെ ഈ ഇൻസുലിന്റെ ഒക്കെ പോലത്തെ ചെറിയ സിറിഞ്ച, ഇൻസുലിൻ കുത്തില്ലേ, അങ്ങനത്തെ സാധനങ്ങള്. അത് ഞാൻ ചെക്കൻ്റെ അടുത്ത് ചോദിച്ചു ഇത് എന്താടാ എന്റെ ഉപ്പാക്ക് ഷുഗർ ഉണ്ടോ ചോദിച്ചു. അപ്പൊ താത്ത ഷുഗറിന്റെ നല്ല എന്റെ ഉപ്പാക്ക് എന്താ അറിയില്ല ഇപ്പ എടുക്കണ് കാണാ പറഞ്ഞു. കുത്തിവെക്കലുണ്ടോ? കുത്തിവെക്കലുണ്ടാവും, ഇല്ലെങ്കിൽ ഇപ്പൊ സിറിഞ്ച് ഉണ്ടാവും ഒരാളുടെ റൂമില്. സിറിഞ്ച് എന്തിനാണെന്നുള്ളത് ഞാനാ പറഞ്ഞില്ലേ, ആ വിഷയം തന്നെ ആ വീഡിയോ തന്നെ ഞാൻ പറയുന്നുണ്ട്. ഓന് ഇതിന്റെ അഡിക്റ്റ് ആയി മാറിയ ഒരാളാണ്. അത് ശരി. അപ്പൊ നിങ്ങൾ നേരിട്ട് കണ്ടുല്ലേ? ഞാൻ നേരിട്ട് കണ്ടേനെ. അതിന്റെ ശേഷം പിന്നെ ഞാൻ അങ്ങനെ ഫോൺ അടിച്ചോ മോളൊരു ദിവസം അടുത്ത് ആക്കി തന്നിട്ടുണ്ടായിട്ടോ. ഓന്റെ മോള് ഒരു ദിവസം ഇതേപോലെ ഞാൻ ചോദിച്ചു നിന്റെ കൂടെ വരണോ ചോദിച്ചു. അപ്പൊ എന്നോട് അന്ന് ഞാനും ഉണ്ട് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ദിവസം കൂടെ പോകുന്നുണ്ടായിരുന്നു. അത് ശരി. അപ്പൊ അവനത്ര വലിയ പുണ്യാളായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. ഞാൻ ഏത് കോടതിയിൽ വന്നിട്ടും പറയും ഓ നല്ല ആളല്ലാന്ന്. ശരി. ഞാന് നിങ്ങളെ ഈ കോളില്ലേ ഞാൻ ഫാത്തിയുടെ പേര് പറഞ്ഞോണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇത് ആരാണ് എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പൊ ഫാത്തിക്ക് വേണ്ടിട്ട് തന്നെ കുറെ പെണ്ണുങ്ങൾ വന്നതാണ്. ഇപ്പൊ ഇതിന് മുമ്പ് ഒരു പെണ്ണ് വന്നു, ലാസ്റ്റ് തലശ്ശേരി പോലീസ് സ്റ്റേഷൻ വരെ ആ ഇഷ്യൂ എത്തി. പിന്നെ അങ്ങനെ മറ്റേ അവരിനെ എന്നോട് തെറ്റുമര്യാദയും പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു വീഡിയോ ഇതായതാണ്. എസ് ഐ വിളിച്ചിട്ട് ഈ ഫാത്തിനെ അന്ന് നല്ല തെറിയൊക്കെ വിളിച്ചു. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായത്. അപ്പൊ അതിന്റെ പേരിൽ നിങ്ങൾ ഫാത്തില് നിങ്ങളുടെ വീഡിയോ കണ്ടു, ഫാത്തിയെ കുറിച്ചിട്ടുള്ള അതിന്റെ ഒരു കാര്യം പറയാനെന്ന് പറഞ്ഞപ്പോ ഞാൻ ഡ്രൈവിംഗ് ആയിരുന്നു. അതേ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് തിരിച്ചു വിളിക്കാന്ന്. അപ്പൊ ഇപ്പോ ഞാൻ ഓൾറെഡി റെക്കോർഡ് ഓൺ ആക്കിയിട്ടാണ് ഇപ്പൊ ഞങ്ങളോട് സംസാരിക്കുന്നത്. അപ്പൊ അതല്ല ഞാൻ എന്താ അറിയോ, ഇതിപ്പോ എങ്ങനെയാണ് എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പൊ നമുക്കൊരു തെളിവിന് വേണ്ടിയിട്ട് ഇപ്പൊ ഞാനിപ്പോ ഞാൻ നിങ്ങൾ ഈ സംസാരിച്ച വിഷയം വേറൊരാൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് കേട്ടാ മതി. ഇന്നെന്താ അറിയോ, അത് സത്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അതിനെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. അത് കേട്ടാ മതി. അപ്പൊ എന്താ വെച്ചിട്ട് ഇത് അതായത് ഇവനിക്ക് ഈ ലേഡീസുകൾ ഒരുപാട് ഇതുപോലെ ഉണ്ട്. ഇവന്റെ മെയിൻ പ്രശ്നം ഇതെന്താ വെച്ചാല് ഈ കുട്ടികളെ പരിചയപ്പെടാൻ വരുന്നവരെ കൊണ്ട് വീണ്ടും വീഡിയോ കോൾ ചെയ്യിപ്പിക്കുക. ഈ കുട്ടികളെ കൊണ്ട് തന്നെ വീഡിയോ കോൾ ചെയ്യിപ്പിക്കുക. അങ്ങനത്തെ പരാതി എന്റെ അടുത്ത് കുറേ വന്നിട്ടുണ്ട്. പക്ഷെ ഞാനതൊന്നും ഈ കുട്ടികളോട് പറഞ്ഞു അതെ കുട്ടികളോട് പറയാം വീഡിയോ കോൾ ചെയ്യെന്ന് പറഞ്ഞിട്ട് കുട്ടികളെ കൊണ്ട് വീഡിയോ കോൾ ചെയ്യിപ്പിക്കുക. എന്നിട്ട് ഇവ സംസാരിച്ചിട്ട് പിന്നെ ആ ഫോൺ ഇവൻ മേടിക്കുക. എന്നിട്ട് എനിക്ക് വേണ്ട തമ്മാടിത്തരങ്ങൾ മുഴുവൻ പറയും കാണിക്കും ചെയ്യുക എന്നുള്ള പരാതികള് വോയിസ് ആയിട്ടും പിന്നെ കോളായിട്ടും ഒക്കെ എനിക്ക് കുറെ സ്ക്രീൻഷോട്ട് ആയിട്ടും ഒക്കെ എനിക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഇതുവരെ ഒന്നും, അതായത് ഞാൻ ഇപ്പൊ എന്റെ ഒരു വീഡിയോ അവന്റെ ഇതിൽ കിടപ്പുണ്ട്. ഞാൻ അപ്പോ എന്റെ ഫാമിലിയിൽ ആ ഒരു ഇവള് വന്നിട്ടുള്ള ഇഷ്യൂല് ഒരു വീഡിയോ അപ്പോഴും ഇട്ടിട്ടുണ്ട്. അവന്റെ അക്കൗണ്ടിൽ തന്നെ കിടപ്പുണ്ട്. അപ്പോ അതിന്റെ ശേഷം ഒട്ടതൊക്കെ റിമൂവ് ചെയ്തു. അതിനുശേഷം ഞാൻ ഒരുപാട് വീഡിയോ ഇട്ടു. അതിനൊന്നും പ്രതികരിച്ചിട്ടില്ല. അവൻ പ്രതികരിക്കൂല. കാരണം എന്താ വെച്ചാൽ എനിക്കറിയാം ഞാൻ ഒന്നൊന്നായിട്ട് അവന്റെ പിന്നാലെ നടന്ന് കണ്ടുപിടിക്കുന്നുണ്ട് എന്ന്. ആ പേടി എനിക്ക് നല്ലോണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങളുടെ അടുത്ത് ചോദിച്ചത് ഞാൻ ഇടുന്നതിന് പോസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ ഇല്ലേ എന്നുള്ളത്. അത് മതി. ഞാനിപ്പോ നിങ്ങളെ പേരും അഡ്രസ്സും ചോദിക്കാത്ത എന്താ വെച്ചാൽ അത് ഈ റെക്കോർഡിൽ പെടണ്ട വിചാരിച്ചിട്ടാണ്. അത് ഞാൻ പേഴ്സണലി അല്ല അത് എന്നാ മതി. അത് ഞാൻ പേഴ്സണലി നിങ്ങളോട് ചോദിച്ചോളാം. അത് ഈ റെക്കോർഡിൽ ഞാൻ പറയുന്നില്ല. പിന്നെ എന്തായാലും ഇപ്പൊ എനിക്ക് സംഭവം പറഞ്ഞപ്പോ തന്നെ ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ?
ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, പിന്നെ മനസ്സിലാവുന്നൊന്നും അറിയില്ല, എന്നാലും ചെറിയ സൂചന ഒക്കെ ഉണ്ടാവുമായിരിക്കും. ഉണ്ടാവും എന്തായാലും. ഇപ്പൊ ഇങ്ങനെയൊക്കെ ഇത്ര വ്യക്തമായി പറയുന്ന സമയത്ത് എന്തായാലും ഉണ്ടാവുമല്ലോ. അല്ല, നമുക്ക് ഒരാളെ പറ്റി വെറുതെ കളവ് അല്ല വെറുതെ അത് നമ്മൾ എത്ര അനുഭവം ഉണ്ടായതുകൊണ്ടാണല്ലോ പറയുന്നത്. അത് അത്ര തന്നെ ഉള്ളു. എത്ര വലിയ ശത്രു ആണെങ്കിലും ശരി, ഓനെ പിന്നെ തോൽപ്പിക്കാനാണെങ്കിലും നാണം കെടുത്താനാണെങ്കിലും ശരി, അവന്റെ പേരിൽ ഇല്ലാത്ത കഥ നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല. അത് നമ്മൾ പടച്ചവനോട് വഴിയെ പറയേണ്ടി വരും. ഒരുപാട് ശത്രുക്കൾ ഉണ്ടെങ്കിലും എന്റെ മിത്രമാണെങ്കിലും ശത്രു ആണെങ്കിലും ഒരിക്കലും ഞാൻ അവളെ കുറിച്ച് കളവ് അറിയില്ല. അത്രേ ഉള്ളൂ. എനിക്ക് അനുഭവം ഉണ്ടെങ്കിലേ ഞാൻ ആളെ കുറിച്ച് പറയുള്ളൂ. അത്രേ ഉള്ളൂ. അതല്ല, എന്നോട് ഈ വിഷയം കുറെ ആളുകൾ പറഞ്ഞോളൂ. ഇപ്പൊ ഞാന് ഇത് ആദ്യം റെക്കോർഡിങ് തുടങ്ങിയത് തന്നെ ഇത് എന്താ ഏതാ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞങ്ങള് കുഴപ്പമില്ലാന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇതെന്തായാലും പോസ്റ്റ് ഇതെന്തായാലും അറിയണം. കാരണം എന്താ വെച്ചാൽ അത് കേട്ടാ മതി. കാരണം അപ്പൊ പിന്നെ എനിക്കൊന്നും അതിന് ഓൻ വരില്ല, ഓൻ പറയില്ല. കാരണം എന്താ വെച്ചാല് ഇത് മാത്രല്ല, നിങ്ങൾക്ക് നമ്പറിനെ എന്റെ അടുത്ത് പോയിക്കണു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര അയക്കണു, എണ്ണക്കം തഴഞ്ഞിക്കണു. അത്രയും ആളുകൾ എന്നോട് വിളിച്ചിട്ട് കംപ്ലൈന്റ് പറഞ്ഞിക്കണു. പക്ഷെ ഇതൊന്നും അറിയാതെ, അതായത് അത്രയും എന്താ പറയാ തരം താന്ന പെണ്ണുങ്ങളാണ് ഇന്നും ഈ കുട്ടികളുടെ പേരൊന്നും പറഞ്ഞിട്ട് അവനെ സപ്പോർട്ട് ചെയ്യുന്നത്. സത്യത്തില് അതൊക്കെ എനിക്കറിയാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് എന്റെ കൂട്ടുകാരന്മാരനെ അവന്റെ ഫുള്ള് ചരിത്രം എനിക്ക് എടുത്താൻ നോക്കണു. അവൻ എങ്ങനെയാണ് അവിടെ കഴിയുന്നത്. അവൻ സ്വന്തമായിട്ട് കടയൊന്നും ഇല്ലല്ലോ. അപ്പൊ ഓൻ കടയൊന്നും അല്ലല്ലോ, ചെയ്യുന്നത് വരക്കുന്നത്. അവനക്ക് കടയൊന്നുമില്ല. അവിടെ നിന്നൊക്കെ പുറത്താക്കിക്കണു. അവന്റെ കടയിൽ നിന്നൊക്കെ പുറത്താക്കിക്കണു. അതൊക്കെ ഞാൻ അറിഞ്ഞ വിഷയമാണ്. അപ്പോ ഈ സംഭവം എന്താന്ന് ചോദിച്ചാലേ, പിന്നെ ഞാനിപ്പോ ഇത് ഇവന്റെ കണ്ടന്റ് ഇവന്റെ പുറകെ തന്നെ പോണ എന്താ അറിയോ, ഇതില് കുറെ പെണ്ണുങ്ങൾ ഇവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ കാര്യം അറിയാതെ ഞാനൊരു വൈരാഗ്യം വെച്ചിട്ട് അവന്റെ പുറകെ നടന്നിട്ട് ഇല്ലാ കഥ പറയുകയാണെന്ന് പലരും ചിലപ്പോ വിചാരിക്കാം. പക്ഷെ സത്യസന്ധമായിട്ട് പറയണമെങ്കിൽ ആ മക്കളുടെ കാര്യത്തിൽ വളരെ ദയനീയ. ഞാനൊരു കാര്യം പറയട്ടെ, ഞാനും ആ കുട്ടീന്റെ അതൊരു പെൺകുട്ടിയാണ്. നാളെ പിറ്റേന്ന് ആ കുട്ടിക്കൊരു പല കാര്യങ്ങളും വരുന്നുണ്ട്. അതാണ് മക്കളുണ്ടെങ്കിൽ അവർക്ക് ചിന്തിക്കാനുള്ളതേ ഉള്ളൂ. പെൺകുട്ടികളുള്ള പെണ്ണുങ്ങളാണ് ഇവിടെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് അന്തല്ലാത്തവരെന്ന് ഞാൻ പറയുള്ളൂ. അത്ര തന്നെ ഞാനും പറഞ്ഞു. കാരണം എന്താ വെച്ചാല് ഇപ്പൊ അത് കുട്ടിയാണ്. പക്ഷെ എന്തായാലും വയസ്സാവുന്ന വരെ ഓൻക്കതിനെ സംരക്ഷിക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ ഓൻക്കതിനെ സംരക്ഷിക്കാൻ കഴിയൂല. പക്ഷെ ഇപ്പൊ ആ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ടോ? ഞാൻ അവിടെ നിൽക്കുന്നവരെ ഉണ്ടായിരുന്നില്ല, അതവൻ കൊടുക്കുന്നില്ല. എന്നിട്ട് സോഷ്യൽ മീഡിയയില് പിന്നെ ഞാൻ ഉൾപ്പെടെ പലരും അതന്നെ ആ കുട്ടികളുടെ ഭാവി ഇങ്ങോട്ട് നശിപ്പിക്കുകയാണ്. എന്നിട്ടോ ഇവന്റെ വൈഫിനെ പറഞ്ഞുകൊണ്ട് ഇതുപോലെ വീട്ടിലിരിക്കുന്ന കുറെ പെണ്ണുങ്ങളാ തോന്നുന്നുണ്ട്. ഈ പെണ്ണിന് ഇവന്റെ വൈഫിന് തെറി പറഞ്ഞും കൊണ്ടും വൈഫാണ് തെറ്റുകാരി എന്ന് പറഞ്ഞും കൊണ്ടും അല്ല ഇവനെ അനുഭവിച്ചവർക്കായി അവന്റെ കൂടെ നിന്ന് അനുഭവിച്ചവർക്കായി അതിന്റെ വേദന അറിയുള്ളൂ. അപ്പൊ അവന്റെ ഭാഗത്താണ് തെറ്റ്, ഇവന്റെ വൈഫിന്റെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളത് അപ്പൊ മനസ്സിലാക്കാനുള്ളത്. അതെ, അതാണ് എല്ലാരും അവനെ കുറിച്ച് അറിയുന്നവരൊക്കെ എന്നോട് ഇത് പറഞ്ഞതാണ്. അവൻ ലോക ഫ്രോഡാണ്. ആ പെണ്ണിനെ വെച്ചിട്ടും ആ പെണ്ണിനെ ഇങ്ങനത്തെ ഒരു മോശക്കാരി ആക്കിയിട്ടും കണ്ടന്റ് ഇവന്റെ കഴിവുകൊണ്ടാണോ ഇത്രയും ഫോളോവേഴ്സും ഇത്രയും റീച്ച് ഓനിക്ക് കിട്ടിയത്? ഓനവന്റെ സ്വന്തം ഭാര്യ, ഇവന് ഈ ഭാര്യക്ക്, അതായത് ഇവന്റെ ഈ ഭാര്യയുടെ കാമുകൻ എന്ന് പറയുന്നില്ലേ, അതാരാ അറിയോ? അതായത് ഇപ്പൊ ഇവൻ അതെ ഓന്റെ സ്വന്തം ചോരയുടെ ഭർത്താവാണ് ഇവന് ഈ കാമുകൻ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ എന്നാല് ഇതിന്റെ ട്വിസ്റ്റ് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പെങ്ങളും ഇവളും ഈ പെങ്ങളുടെ ഭർത്താവും ഇവരൊക്കെ പറഞ്ഞേക്കണു ഈ വിഷയത്തേക്ക് ഞങ്ങളെ ഇത് വലിച്ചിടല്ലേ എന്ന്. ഓന്റെ പെങ്ങളല്ലേ, എത്രയായാലും പെങ്ങളുടെ ഭർത്താവല്ലേ, ഓന്റെ അളിയനല്ലേ, ഓന്റെ വീട്ടിക്ക് വന്ന് നിൽക്കേണ്ട ആളല്ലേ. അതെ, തൊലക്കുന്നത് ഓനക്ക് റീച്ചാണ് വലുത്. ഓനൊക്കെ അതന്നെ സംഭവം. അതിന്റെ ഭാഗം ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ, സ്ട്രിഞ്ച് ഉണ്ട്. എന്താ ഇൻസുലിൻ ഓനിക്കൊക്കെ എന്ത് ഇൻസുലിനാണ് കുത്തിയേക്കുന്നത്? ഓൻ കുത്തിയേക്കുന്നത് ഇതാണ്. ഞാൻ കണ്ട കാര്യ പറഞ്ഞത്, ഞാൻ ഓന്റെ റൂമിൽ കണ്ടതാണ്. ഇപ്പൊ റൂം മാറിയിട്ട് അത് കളഞ്ഞിക്കണോ ഇല്ലെന്ന് ഞമ്മക്കറിയില്ല, ഞാൻ കണ്ടിട്ടുണ്ട്. അതാ പറയുന്നത്. ഇല്ല, എന്നോട് ചെക്കന്മാര് പറയുന്നുണ്ട് ഇവൻ ഈ സാധനം മേടിക്കുന്നുണ്ട്, അടിക്കുന്നുണ്ട്,
ഈ കുട്ടികളൊക്കെ എങ്ങനെ ഇവന്റെ അടുത്ത് നിൽക്കണേ. ഇതുമാതിരത്തെ എന്താ പറയാ കുറേ പെണ്ണുങ്ങൾ ഇവൻ എന്തിന്റെ പേരിലാണ് ഈ സപ്പോർട്ട് ചെയ്യണമെന്ന് ഒരു പിടുത്തമല്ല. ഓന്റെ ചേലും കോലവും കണ്ടറിയില്ലേ ഓൻ എത്ര വലിയ ലഹരിയുടെ അഡിക്റ്റ് ആണെന്നുള്ളത്. പിന്നെ ഞാനിപ്പോ ഇന്നൊരു വീഡിയോ ഇന്നലെ രാത്രി ഞാൻ കിടക്കാൻ നേരത്ത് ഒരു വീഡിയോ കണ്ടു എൻ്റെ. ആ വീഡിയോ പിന്നെ വേറൊരാളെനിക്ക് എടുത്തിട്ട് വിട്ടെന്നതാണ്. ഫുള്ള് ഫിറ്റായിട്ട് വണ്ടി ഓടിച്ചും കൊണ്ട് അവൻ പോണ ഒരു വീഡിയോ. എനിക്കൊന്നും സംസാരിക്കാൻ തന്നെ കഴിയുന്നില്ല. അതില് ഫുൾ അതന്നെ ഇതൊക്കെ അടിച്ചു കയറ്റിയിട്ടാണ്. എനിക്കൊരു ജോലി ഇല്ല, ഒരു മനുഷ്യനെ അതാണ് ഈ മക്കളെ വെച്ചിട്ടും ഈ ഭാര്യന്റെ അവിഹിതം വെച്ചിട്ടും. ഈ ഭാര്യന്റെ അവിഹിതം എന്നോ പറയുന്നത് വേറൊരാളാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇത് സ്വന്തം ചോരയിലെ പെങ്ങളെ ഭർത്താവിനെയും ഈ ഭാര്യനെയും കുറിച്ചിട്ടാണ് ഇവൻ പറയുന്നത്. ഇവന്റെ കാര്യങ്ങള് പല യൂട്യൂബ് ചാനലിലും ഇതിന്റെ മുമ്പ് വന്നിക്കണു. അന്നൊക്കെ ഈ പെണ്ണിനെ തെറ്റുകാരിയാക്കിയിട്ടാണ് അവിടെ വന്നത്. ഭയങ്കര അതായത് കുട്ടികളുടെ കാര്യത്തിൽ ഭയങ്കര എന്താ പറയാ ഇടങ്ങേറാകുന്ന ഒരു വാപ്പയാണ് എന്നൊക്കെ വരുത്തി തീർത്തിട്ടാണ് ഈ സെന്റിമെന്റ് ഉണ്ടാക്കി വെച്ചത്. പക്ഷെ ഇതിന്റെ സത്യാവസ്ഥ ആർക്കും അറിയൂല, ആരും അറിയാനും ശ്രമിക്കുന്നില്ല. അവരുടെയൊക്കെ മനസ്സിലെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളുടെ കാര്യം ഇതിപ്പോ നിങ്ങൾ പറഞ്ഞ മാതിരി അത് ഇപ്പോഴാ കുട്ടി ഈ ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് ആ ഉമ്മല്ലാതെ എന്തെങ്കിലും കാര്യം നടക്കും. ഒരു പെൺകുട്ടിയല്ലേ അതൊക്കെ. ഈ ലഹരിയും കൊണ്ട് നടക്കുന്ന ഇവനെ കൊണ്ട് കൂട്ടിയാ കൂടുമോ? ഈ ഇത്രയും ആളുകൾ ഇത്രയും പെണ്ണുങ്ങൾ ഇവനെ സപ്പോർട്ട് ചെയ്യുമ്പോ അതൊക്കെ ഒന്ന് ആലോചിക്കണ്ടേ? തീർച്ചയായിട്ടും ഞാനും അതന്നെ വിശ്വസിക്കുന്നു. അത്ര ക്വാളിറ്റി അവർക്ക് ഉണ്ടാവുള്ളൂ. പ്രസവിച്ച മക്കളൊന്നും പെണ്ണുങ്ങളൊന്നും ഒരിക്കലും അങ്ങനെ പറയാം. ഓന്റെ അനുഭവം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഫുള്ള് പക്ക ഫ്രോഡാണ്. അതന്നെ അത് കേട്ടാ മതി. പെണ്ണുങ്ങളെ റെസ്പെക്ട് ചെയ്യാന്ന് ഇങ്ങനെ പറഞ്ഞല്ലോ. അതിലിരുന്നിട്ട് കൊണവണില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞു. അതെ ഓനിക്ക് അല്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് മക്കളുണ്ടെങ്കിൽ ശരി, അറിഞ്ഞോണ്ട് ഞാനൊരു മക്കളെയും തെറി പറയില്ല. അതിപ്പോ എന്നോട് എത്ര വൈരാഗ്യം ഉണ്ടെങ്കിലും ശരി, ഞാൻ അവരെ പറയുന്നല്ല, അവരുടെ മക്കളെ ഞാൻ തൊട്ട് കളിക്കൂല. പക്ഷെ അവന്റെ മക്കളെ വരെ എന്തെല്ലാം പറഞ്ഞുകൊണ്ടു, എന്തെല്ലാം അനാവശ്യം പറഞ്ഞുകൊണ്ടു. അതിന് അതിൽ മനസ്സിലായ ഏറ്റവും വലിയൊരു പോയിന്റ് എനിക്ക് എന്താ അറിയോ, ഇവന്റെ മക്കളെ പോലും സ്നേഹിക്കുന്നില്ല എന്നുള്ളതാ. കാരണം എന്താ അറിയോ, അവന്റെ മക്കളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൻ ഒരിക്കലും മറ്റൊരാളുടെ മക്കളെ അങ്ങനെ അനാവശ്യം പറയൂല. അത് തീർച്ചയാണ്, ഒരാൾക്കും കഴിയൂല. അന്ന് എനിക്ക് മനസ്സിലായി ഇവൻ മക്കളായിട്ട് അങ്ങനത്തെ വലിയൊരു ഇതിലല്ല, ഇതൊക്കെ നാടകം കളിയാണ് എന്നുള്ളത്. അതിനുശേഷമാണ് ഞാൻ ഇവന്റെ പുറകെ പോക്ക് തുടങ്ങിയത്. അപ്പൊ അന്വേഷിച്ചപ്പോൾ ഒരാൾ എന്നോട് നല്ലത് പറഞ്ഞിട്ടില്ല. ഇത് മനസ്സിലാകാതെ കുറെ ആളുകൾ ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. ഞാൻ എന്തായാലും അവൻ അങ്ങനെ പെട്ടെന്നൊന്നും ഒഴിവാക്കൂല. എന്തായാലും ഓക്കെ, ശരി. ഞാൻ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇതെന്താ വിഷയം എന്ന് ചോദിച്ചാലേ, എനിക്ക് മിനിഞ്ഞാന്നൊരു കോള് വന്നു. ആ കോള് വന്നിട്ട് പറഞ്ഞു, ഷെരീഫ് അല്ലേ ചോദിച്ചു. ആറിനു നിങ്ങളെ വീഡിയോ ഞാൻ കണ്ടിരുന്നു. ആ ഫാത്തി ആയിട്ടുള്ള വിഷയത്തിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു കേട്ടോ. അവന്റെ വീഡിയോ ഞാൻ കണ്ടിരുന്നു. നിങ്ങളുടെ വീഡിയോ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ അതിൽ പറഞ്ഞത് 100% ശരിയാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഡ്രൈവിംഗ് ആണ്, ഞങ്ങളാണ് തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, നിങ്ങൾ വിളിക്കുന്നും പറഞ്ഞു. പക്ഷെ സാഹചര്യം കൊണ്ട് ഇന്നലെ എനിക്ക് വിളിക്കാൻ പറ്റിയില്ല. അപ്പൊ ഇന്നിപ്പോ ഞാൻ കളി കഴിഞ്ഞ് വന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കിതിന്റെ ഓർമ്മ. അപ്പൊ ഞാൻ അവരെ തിരിച്ചു വിളിച്ചതാ. അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ ഇത് പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടല്ല, എനിക്കൊരു എവിഡൻസ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഇത് റെക്കോർഡ് ചെയ്തത്. പക്ഷെ അവര് പറയുന്ന കാര്യത്തിൽ അവർക്ക് അത്രയും വിശ്വാസം ഉള്ളത് കൊണ്ടും സത്യസന്ധമായ ഒരു കാര്യം ആയതുകൊണ്ടും മാത്രമാണ് അവര് എന്നോട് നിങ്ങൾ ധൈര്യമായിട്ട് പോസ്റ്റ് ചെയ്തോ, ഇനി എവിടെ വന്ന് വേണമെങ്കിലും ഞാൻ പറയാനും റെഡിയാണെന്ന് അവർ പറയുമ്പോൾ 100% അത്രക്ക് അവർക്ക് മനസ്സിക്ക് വേദനിച്ച എന്തോ ഇവന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കണു എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാനിത് ചോദിച്ചത്. ഞാൻ നോർമലി ആരെങ്കിലും ഇങ്ങനെയൊക്കെ വിളിച്ചിട്ട് ഇവന്റെ കാര്യമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് റെക്കോർഡ് ചെയ്ത് വെക്കും. കാരണം എന്താ അറിയോ, ഒരിക്കൽ ഞാൻ ചൂടുവെള്ളത്തിൽ വീണതാ. അതായത് ഇവന്റെ പേര് പറഞ്ഞിട്ട് ഒരു പെണ്ണെന്നോട് ചാറ്റ് ചെയ്തിട്ട് ആ ചാറ്റ് ഫുൾ അവനിക്ക് അയച്ചു കൊടുത്തിട്ട്
ഷെരീഫ് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു. പിന്നെ ഞാൻ അതിന് തിരിച്ച് മറുപടി കൊടുത്തു. തിരിച്ച് ഞാൻ ആ ചാറ്റ് ഫുള്ള് ഞാൻ ഇതിനകത്ത് പോസ്റ്റ് ചെയ്തു. അങ്ങനെ അവരെന്നെ വിളിച്ചിട്ട് റിമൂവ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ചെയ്യൂല, ആദ്യം അവനോട് എനിക്കെതിരിട്ടത് റിമൂവ് ചെയ്യാൻ പറ, എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാന്ന്. അപ്പൊ അവൻ ചെയ്യൂല എന്ന് അവളോട് പറഞ്ഞു. അങ്ങനെ അവള് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്തപ്പോൾ SI എന്നെ വിളിച്ചിട്ട് സംസാരിച്ചിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ വീഡിയോ ഡിലീറ്റ് ചെയ്താൽ ഞാനും അവരുടെ വീഡിയോ ഡിലീറ്റ് ചെയ്യും, അവര് ചെയ്തില്ലേ ഞാനും ചെയ്യൂല. അങ്ങനെ SI അവനെ വിളിച്ച് തെറി പറഞ്ഞിട്ടാണ് അവൻ ഡിലീറ്റ് ചെയ്തത്. അതിനുശേഷം ഞാനും ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു. അപ്പൊ അതിനുശേഷം ഞാനൊരു മുൻകരുതലിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് റെക്കോർഡ് ചെയ്തത്. അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു വിഷയത്തെ കുറിച്ചിട്ട് അവര് പറഞ്ഞത്. ഞാൻ അവരുടെ അഡ്രസ്സോ പേരോ ഒന്നും ചോദിക്കാഞ്ഞ എന്താ അറിയോ, അതായത് ഇത് സോഷ്യൽ മീഡിയയിൽ വിടുകയാണെന്നുണ്ടെങ്കിൽ അഡ്രസ്സ് കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. എന്തായാലും അവർ ആരാണെന്നോ അതിന്റെ അഡ്രസ്സ് എന്താണെന്നോ എന്താണ് അതിന്റെ ഡീറ്റെയിൽസ് എന്നുള്ളത് ഞാൻ അവരോട് പേഴ്സണലി ചോദിക്കും. അവരെന്തായാലും സത്യമായിട്ടുള്ള കാര്യം അവർക്ക് തെറ്റ് പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ അവർ തെറ്റിലേക്ക് പോയിട്ടില്ല എന്നുള്ള ഉറച്ച വിശ്വാസം കൊണ്ടാണ് അവർ ഞാൻ എവിടെ വന്നിട്ടും ഞാനിത് പറയാൻ റെഡിയാണ് എന്ന് പറയുന്നത്. എന്തായാലും ഇപ്പൊ ജുമാക്ക് പോകാൻ ടൈം ആയിട്ടുണ്ട്. ഞാൻ എന്തായാലും കുളിച്ച് ഫ്രഷ് ആയിട്ട് ജുമാക്ക് പോവുകയാണ്. വന്നതിന് ശേഷം ഞാൻ ഇതിനകത്തൊരു വീഡിയോ കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഓക്കെ, സോറി, പള്ളിയിൽ നിന്ന് വന്നേക്കാൻ എനിക്ക് വീഡിയോ ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഇത് 2 പാർട്ടായിട്ട് ഞാൻ എടുത്തത്. ഞാൻ ഇതിന്റെ ബാക്കി ഇപ്പൊ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവൻ ഇന്നലെ ഫേസ്ബുക്കിനകത്തൊരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോയില് ആ ഫുള്ള് കമന്റ്സ് എന്താണെന്ന് അറിയോ, ഈ ചങ്ങായി എന്താ ഫുള്ള് ഫിറ്റായി പാമ്പായിട്ടാണോ ഈ വീഡിയോ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓ ഫിറ്റായി പാമ്പായിട്ടല്ല, ഓ ശ്രിഞ്ചിന്റെ ആളാ. എങ്ങനെ ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഇവൻ മയക്കുമരുന്നിന്റെ ഒക്കെ അഡിക്റ്റ് ആയിട്ട് ജീവിക്കുന്ന ഒരുത്തനാണെന്ന്. അന്ന് ആർക്കും ഞാൻ അവനോട് വലിയ ദേഷ്യം കൊണ്ട് പറയുകയാണെന്നാ വിചാരിച്ചു. ദേഷ്യം എനിക്ക് അവനോട് എന്തായാലും ഉണ്ട്. കാരണം എന്താ അറിയോ, അത് വേറെ ഒന്നും കൊണ്ടല്ല, അവൻ അത്തരത്തിലാണ് എന്റെ ഉമ്മാനെയും വാപ്പാനെയും എന്റെ കുഞ്ഞു മക്കളടക്കം അവൻ തെറി വിളിച്ചത്. അതിന്റെ പേരിൽ തന്നെ അവനെ ഒന്നല്ലെന്നുണ്ടെങ്കിൽ അവൻ പബ്ലിക്കായിട്ട് മാപ്പ് പറയണം. ഇന്ന ഞാൻ ഒരു അയവ് കൊടുക്കും. അതല്ലെങ്കിൽ ഓൻ്റെ മുഖത്ത് നോക്കി എൻ്റെ മുന്നിൽ വന്ന് നിന്ന് പറയണം. ഓ ഈ പറഞ്ഞതൊക്കെ സോഷ്യൽ മീഡിയ പറഞ്ഞതൊക്കെ ഇതിലേതിലെങ്കിലും ഒന്നിനും ഓൻ ധൈര്യം കാണിക്കണം. അതില്ലാത്തടത്തോളം കാലം ഓനെ ഞാൻ വേട്ടയാടിയും കൊണ്ട് തന്നെ ഇരിക്കും. അതിലുപരി ഞാൻ ഇതിൽ അവനോടുള്ള ദേഷ്യം മാത്രമല്ല, ആ മക്കളുടെ ഭാവിയെ കുറിച്ചിട്ട് വലിയ കഷ്ടത്തിലാണ്. എന്നോട് ഒരുപാട് ആളുകളായി പറയുന്നു, നിരന്തരം ഒരുപാട് മെസ്സേജ് ഇവനെ കുറിച്ചിട്ട് ഓരോ പെണ്ണുങ്ങൾ എനിക്ക് വിടലുണ്ട്. അതൊന്നും ഞാൻ പുറത്ത് വിട്ടിട്ടില്ല. പിന്നെ ഇത് പുറത്ത് വിടാനുള്ള കാരണം എന്താ ചോദിച്ചാല്, ഇത് ഫാത്തിയുടെ പേര് പറഞ്ഞിട്ട് എനിക്ക് കോൾ ചെയ്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ പൊതുവെ അങ്ങനെ ആരെങ്കിലും കാരണം ഇവൻ വിടുന്ന പെണ്ണുങ്ങൾ തന്നെ എൻ്റെ അടുത്തേക്ക് വരലുണ്ട്. അപ്പൊ അങ്ങനെ ആരെങ്കിലും ആണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കളി കഴിഞ്ഞിട്ട് വന്ന്, ഫുട്ബോൾ കളി കഴിഞ്ഞിട്ട് വന്നിട്ട് അങ്ങനെ ഇരിക്കുന്ന അതേ ആ ഒരു കോലത്തിലാണ് ഞാൻ പിന്നെ ആ വീഡിയോ പിടിച്ചത്. വീഡിയോ പിടിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എനിക്കൊരു തെളിവിനും എൻ്റെ ഒരു ക്ലാരിറ്റിക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഇതാക്കി, അല്ലാതെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. പിന്നെ അവർ പോസ്റ്റ് ചെയ്തോ എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഞാനിത് ചെയ്യും ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് ഇപ്പൊ ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടോക്കി. മീനും കൂട്ടി ചോറ് തിന്നാൻ ഭയങ്കര പൂതിട്ടോ. ആടി നോക്കാം, എന്നിരുന്നാലും മാന്തിയും കൊണ്ട് തന്നെ മീൻ കറി വെക്കണമെങ്കിൽ മീൻ വേണല്ലോ. കാര്യം അറിയോ, ഒരു ലോങ് വീഡിയോ ആണിത്. നമുക്ക് ഇരുന്ന് കാണാൻ സമയമുള്ള ആളുകൾക്കാണ്. ഓക്കെ, ഞാന് ഇൻസ്റ്റഗ്രാമിലുള്ള കുറച്ച് ബോയ്സിനോടും കുറച്ച് ഗേൾസിനോടുമാണ് ഇത് പറയുന്നത്. കൂട്ടത്തില് എന്റെ നല്ലവരായിട്ടുള്ള ചങ്കുകളും. അല്ലായും തന്നെ പറയാനുള്ള കാര്യം, ഈ താജുദ്ദീൻ മുള്ളേരി, നീ എവിടെ മുള്ളേരിയുള്ളത് എനിക്കറിയില്ല. ദിസ് ഈസ് താജുദ്ദീൻ. ഓക്കെ, ഇവനെനിക്ക് അറിയും കൂടി ഇല്ല. ഞാൻ 1-2 കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ലോങ് വീഡിയോ ആകുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കേട്ടോളി, ചെയ്തോളി. ഓക്കെ, താജുദ്ദീൻ മുള്ളേരി, എന്റെ ഫ്രണ്ട് സർക്കിളില് താജുദ്ദീൻ മുള്ളേരി എന്ന് പറഞ്ഞിട്ടൊരു ആളെ അറിയൂല. ഓക്കെ, ഈ താജുദ്ദീൻ മുള്ളേരി എന്റെ ഇൻസ്റ്റഗ്രാമില് ഞാൻ ലൈവ് ഇടുമ്പം അതിൽ വരുന്ന കേട്ടോ നിങ്ങളെ, അതായത് ഓൻ ഫുള്ള് പാമ്പാ, ഓൻ നോർമൽ അല്ല. എന്നിട്ട് ഓന്റെ മറ്റേ ലൈവിൽ വരുന്ന പെണ്ണുങ്ങളെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിക്കാണ്. ഏതോ വേറൊരു ചെറുക്കൻ്റെ ID പൊക്കി പിടിച്ചിട്ട് ഇത് എങ്ങനെ മാന്തി ചൊറിഞ്ഞ് ഇവന്റെ ഒക്കെ ചേലിയും പോലെ. ഇവന്റെ ഞങ്ങളോട് പറഞ്ഞില്ലേ ഇവൻ ഫുള്ള് മയക്കുമരുന്നിന്റെ അഡിക്റ്റ് ആണെന്നുള്ളത്. അതാണ് ആ സ്ത്രീ പറഞ്ഞത്. ഇപ്പൊ എന്നെ വിളിച്ച ആ സ്ത്രീ പറഞ്ഞത് എന്ത്,
ഫുള്ള് ശ്രിഞ്ചായിരുന്നു. എന്താണ് നിങ്ങളെ വാപ്പ ഇൻസുലിൻ വെക്കുന്നുണ്ടോ എന്നാ മക്കളോട് ചോദിച്ചു എന്ന്. അതറിയില്ല എന്ന് ഈ സ്ത്രീ പറയണ. ആ കുട്ടികളുടെയൊക്കെ മുടിയും തലയൊക്കെ ഇങ്ങോട്ട് പീറ്റീന്നു. ഇത് ഈ ഫസ്റ്റ് കണ്ട സമയത്തൊക്കെ. എന്നിട്ട് അത് ഒന്നാകെ വാർന്ന് ശരിയാക്കി കൊടുത്തത് ഈ സ്ത്രീ യാത്ര. അങ്ങനെയൊക്കെ ആ മക്കളെ ഈ ചങ്ങായി ഇടങ്ങാറായിക്കണു. ഈ ക്യാമറ ഓണാക്കി കഴിയുമ്പോൾ അവൻ കുട്ടികളോട് സ്നേഹം കാണിക്കണം, കുട്ടികൾ തിരിച്ച് സ്നേഹം കാണിക്കണം, ഇതൊക്കെ ജനുവിനാണെന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണ്. ഈ ഒരു പ്രായം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികൾക്ക് വേണ്ടത് മാതാവാണ്. പിതാവിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പോൾ ഇതൊന്നും അറിയാതെ ഒരു പെണ്ണിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തി ഇടുന്ന വീഡിയോക്ക് നിങ്ങൾ കയറി ഇങ്ങനെ കമന്റ് ഇടുമ്പോൾ നല്ല പോലെ ആലോചിക്കുക. ചോറ് തിന്നണ ബുദ്ധി ഉണ്ടെങ്കിൽ. പിന്നെ ഇവന്റെയൊക്കെ കമന്റിലും ഇവന്റെയൊക്കെ ലൈവിലും കയറുന്ന പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ ഏറെക്കുറെ ആ തരത്തിലുള്ളതാണ്. അതുകൊണ്ടാണ്. കാരണം ഇവന്റെ ഈ രൂപവും വേഷവും കാട്ടിക്കൂട്ടലും ഒക്കെ കണ്ട ഒരു സാധാരണക്കാരൻ അറിയില്ലേ ഇവൻ ഏത് ലെവലിൽ ജീവിക്കണവനാണെന്നുള്ളത്. എന്നിട്ട് ഓനോട് ആത്മാർത്ഥതയും ഓനോട് സ്നേഹവും കാണിച്ചിട്ട് ചെല്ലണോലൊക്കെ ഒരു ഗതികേട് ആലോചിച്ച് വെക്കാണ്. അപ്പൊ ഇതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഫാത്തിയെ ഇതുകൊണ്ട് തീർന്നു വിചാരിക്കണ്ട. ഒന്നല്ലെങ്കിൽ അന്നെ ഞാൻ എന്റെ മുന്നിലേക്ക് വരുത്തും, അതല്ലെങ്കിൽ അന്നെ കൊണ്ട് ഞാൻ മാപ്പ് പറയിപ്പിക്കും. അതുവരെ ഞാൻ ഉണ്ടാവും. എൻ്റെ ഈ നാറിയ കുടുംബം വിറ്റിട്ടും സ്വന്തം പെങ്ങളെ ഭർത്താവിൻ്റെയും അതുപോലെ തന്നെ സ്വന്തം ഭാര്യയുടെ ഇതൊക്കെ അവിഹിതങ്ങൾ വിറ്റിട്ടും മക്കളെ കാണിച്ചിട്ട് ഇജ്ജ് റീച്ച് ഉണ്ടാക്കണില്ലേ, അതിന് ഞാനൊരു അറുതി ഞാൻ വരുത്തും. ഇജ്ജ് വിചാരിച്ച മാതിരി അങ്ങനെ അങ്ങോട്ട് പോകുന്നില്ല ഞാൻ. അപ്പോൾ ഓക്കെ.